IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. മണിക്കൂറിനെ അല്ല ഇപ്പൊ ധ്യാനെ കുറിച്ച് അങ്ങനെ എല്ലാരെ കുറിച്ചൊന്ന് പറയാം. ഇപ്പൊ ഇപ്പൊ ഈ ടോക്കിൽ നിന്ന് കുറെ ആളുകളെ കുറിച്ച് പറയാം, എന്നെ ഉൾപ്പെടെ പറയാം. അത് എന്തുകൊണ്ടാണ് ചോദിക്കണറിയാമോ? ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത അതുകൊണ്ടാണ് വലിയ ചോദിക്കേണ്ട കാര്യമല്ലോ. അല്ല ഇക്കേ പറയാൻ നേരത്ത് ക്യാമറ ഓഫ് ചെയ്യാം. അല്ല പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ല പറയാൻ ബുദ്ധിമുട്ടില്ലൊന്നുമല്ല. എനിക്ക് ഒത്തിരി ഉണ്ടെന്ന് പറയാൻ പോകുന്നില്ല. ഞാൻ ചുമ്മാ ചോദിച്ചാട്ടോ. അല്ല പറഞ്ഞു ഇല്ല, ധൈര്യമായിട്ട് പറയാം. അത് ഞാൻ പേഴ്സണലി പറഞ്ഞോളാം. പേഴ്സണലി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. നമ്മളധികം സംസാരിച്ചില്ലല്ലോ. ഷോക്ക് ഇപ്പൊ നിർത്തിയിട്ടുള്ളതുകൊണ്ട് കുറെ ആളുകൾ രക്ഷപ്പെടുന്നുണ്ട്. ആ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഇല്ല. എന്തിന് വൈദ്യുതി നഷ്ടം, എന്തോ പ്രശ്നമുണ്ട്. ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാനാണ് പറഞ്ഞത്. പേഴ്സണലി പറയാന്നാണ് പറഞ്ഞത്. എന്ത് മാറാ രോഗമാണ് അത്, മാനസികം. ഇത് പ്രേക്ഷകർ മൊത്തം ഇനി പ്രേക്ഷകർ മൊത്തം കമ്പനി ആ പേഴ്സണലായിട്ട് പറഞ്ഞത് എന്നോട് വീണ്ടും ഞാൻ പറയും. ഞാൻ പറയുകയും ചെയ്യും പിന്നീട് വീഡിയോ ആയിട്ട്. അല്ലല്ല, പേഴ്സണലായിട്ട് പറയാനെന്ന് പറഞ്ഞത് താഴെ കമന്റ്സ് ആയിട്ട് നാട്ടുകാർ പറഞ്ഞത്. അവർക്കറിയാലോ എന്താന്നുള്ളതല്ലേ. മോഹൻലാലിനെ അറിയാത്ത ആൾക്കാരുണ്ടോ? മണിച്ചിത്രത്താഴിലേക്ക് പോവുകയാണ് മക്കളെ, നമുക്ക് മനസ്സിലായല്ലോ. പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇപ്പൊ ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നേരത്തെ ആയിരുന്നു കുഴപ്പം. നേരത്തെ ഞാൻ അത്ര കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുമ്പോ ഒരു പ്രശ്നമല്ലോ. ഇപ്പൊ പ്രശ്നമില്ല, ഈ മൊമെന്റില് പ്രശ്നമില്ല. ഡോക്ടറോടും വക്കീലിനോടും കള്ളം ഒരിക്കലും പറയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, എന്നിട്ട് എനിക്ക് മൊത്തത്തിലൊരു നിരീക്ഷണം അനാലിസിസ് നടത്തി പറയാൻ പറ്റുള്ളൂ. എന്തോ പിടിച്ചിട്ടുണ്ട്. ഡിഗ്രി എടുത്ത ആളല്ലേ, PhD എടുത്തിട്ട് വന്നേക്കണല്ലേ. അപ്പൊ ഒരു കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഒന്ന് ഇരിക്കണം. എനിക്കും കുറച്ച് പറയാനുണ്ട്. നമുക്ക് സിനിമ അങ്ങനത്തെ സിനിമയുണ്ടോ? ആ സിനിമ സീക്രട്ടായിട്ട് ഞാൻ കുറച്ച് സിനിമയിലെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്, അതെനിക്ക് പറയണം. ക്യാമറയുടെ മുമ്പുള്ള സീക്രട്ട് മതി. ഒരു ഡോക്ടറും ഒരു പേഷ്യന്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും അത്. പേഷ്യന്റ് പ്രശ്നങ്ങൾ പറയാ, അല്ലെങ്കിൽ ഡോക്ടറെ മനസ്സിലായ കാര്യങ്ങൾ പേഷ്യന്റ് എടുത്ത് ഡോക്ടർ പറയുമ്പോ പേഷ്യന്റിന് പറയാലോ. എന്തായാലും ഇത് പറഞ്ഞിട്ട് ആയിക്കോട്ടെ. ഞാൻ എന്താണ് അവിടെ തട്ടിയത്? ഡോക്ടറിന്റെ പേഷ്യന്റ് ഇടയിൽ കയറണ്ടെന്ന് പറഞ്ഞു. അവയെന്ന് പറഞ്ഞു. ഈ സിനിമയിലേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ ഒത്തിരി സീനിയർ ആർട്ട് രഞ്ജിത്ത് സാർ ഉൾപ്പെടെ അഭിനയിച്ചിരിക്കുന്നു അല്ലേ. കുറേ ആർട്ടിസ്റ്റുകൾ, സുരേഷ് കുമാർ അഭിനയിച്ചിരിക്കുന്നു. ഇവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങൾ ഒത്തിരി കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അതിന്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസത്തേക്ക് പറഞ്ഞല്ലേ, ഫസ്റ്റ് ദിവസം വരുമ്പോ ഫസ്റ്റ് ദിവസം ഞാനില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ ലൊക്കേഷനിൽ പിന്നെ ഒരു പാച്ച് ഷൂട്ട് ഷാജി സാറ് ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ ഏറ്റവും ഞങ്ങൾക്കൊക്കെ എനിക്കുള്ളൊരു ഷാജി സാറാണ് അതിൻ്റെ പാച്ച് ഷൂട്ട് ചെയ്തത്. ഷാജി സാർ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു. എനിക്ക് വന്ന് മധു സാറോ ആരും വന്നിട്ട് ഡയറക്ഷൻ ആക്ഷൻ പറഞ്ഞു അല്ലേ, ജോഷ് സാർ വരുന്നു. ഓക്കെ, അപ്പം ഇത്രയും ആൾക്കാര്. ഓക്കെ, ഒരു ദിവസം ഇതേപോലെ ജോഷ് സാർ വരുന്നു, ഷാജി സാർ വരുന്നു, ഇതേപോലെ വരുന്നു. ഒരു ദിവസം ഹരിഹരൻ സാറ് വരുന്നു, ലൊക്കേഷനിൽ വന്നിരിക്കുന്നു. സാറ് അന്ന് എനിക്കൊന്ന് കുറേ നേരം സമയം ചെലവഴിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടൊന്നും കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ ഐഡലൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണുക, അടുത്ത് കാണുന്നു, നമ്മൾ എഴുതിയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ ഒരു സെറ്റ് നമുക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മളെ കാണാൻ വേണ്ടി വരുന്നതല്ല, സ്വാഭാവികം. സാറിന്റെ സിനിമ നേരത്തെ ഞാൻ പറഞ്ഞൊരു ഗുഡ് വിൽ ഉണ്ടല്ലോ. കാരണം ആ ഫ്രറ്റേണിറ്റിയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുകയാണ് സാറിന്റെ ഒരു സിനിമ, അല്ലെങ്കിൽ ആ സിനിമയുടെ സെറ്റിൽ വരാനും. കാരണം ഇവിടെ ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ആരാണ് പോയിട്ട് ഒരു സെറ്റിൽ പോയി ഇരിക്കാനും. ഞാൻ എൻ്റെ ഏട്ടൻ്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആരും ഏട്ടൻ്റെ സുഹൃത്തുക്കളോ ആരും വന്നിട്ട് അവിടെ വന്നിട്ടിരിക്കാറോ അല്ലെങ്കിൽ ആരും വന്നിരിക്കാനോ സംസാരിക്കാനോ വന്നില്ല. പക്ഷെ ഇവരൊക്കെ വരികയാണ് പലപ്പോഴും. സായി സാറൊക്കെ എനിക്ക് കുറേ ദിവസം വന്നിട്ടുണ്ട്. സായി സാർ കുറേ ദിവസം വന്നിട്ടുണ്ട്, മധു സാർ വന്നിട്ടുണ്ട്, എപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരൊക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്മൾ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഇവരെയൊക്കെ മീറ്റ് ചെയ്യുന്നു. ഇത് ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇനി ഉണ്ടാവില്ല. കാരണം ഇവരോടെയൊക്കെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ അടുത്ത് ഒരു സിനിമയുടെ ഭാഗം വരെ നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്.
അപ്പൊ ആ രീതിയിൽ രഞ്ജിത്ത് പണിക്കർ സീൻ ഉണ്ടായിരുന്നു. രഞ്ജിത്തായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജിത്തായിട്ട് ആദ്യമായിട്ടോ. അപ്പം അതിൽ എനിക്കൊരു ഒരു സീൻ ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്തായിട്ടിന് ഞാൻ കലേഷൊക്കെ ഉള്ള ഒരു സീന്. ആ സീനിൽ അതൊരു സാറ് അന്ന് ചെറിയ വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു രഞ്ജിത്തായിട്ടിന്. വയ്യായിക വെച്ചിട്ടാണ് ആ വയ്യായികയിലും പുള്ളി വന്ന് രാവിലെ തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 പേജ് മോണലോഗ്, വലിയ ഡയലോഗുകളാണ്. ഞാൻ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് ആ മിക്ക സീനിലും ഞങ്ങൾക്ക്, ഞാനും കലേഷൊക്കെ ഉള്ള സീൻ, അതിനകത്ത് ഞങ്ങൾക്ക് ഡയലോഗുകളേ ഇല്ല. പുള്ളിയുടെ സീനാണ്. പുള്ളി രാവിലെ തൊട്ടിട്ട് ആ ഒരു ഇരുത്തം വന്നിട്ട്. അപ്പൊ ആ വയ്യായികയിലും പുള്ളി വന്ന് അവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഞാനൊരു സീനിൻ്റെ ഒരു ചെറിയൊരു സാധനം വായിച്ചപ്പോൾ, പുള്ളിയുടെ സീനാണ്. അപ്പം വെറുതെ വായിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ആ സീനിന്റെ ഏറ്റവും അവസാനം എന്തെങ്കിലും ഒരു പഞ്ച് ലൈനും കൂടെ, കാരണം പഞ്ച് ലൈനിന്റെ ആൾക്കാരാണല്ലോ. അപ്പൊ ഇവര് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, ഇതെന്തെങ്കിലും ഒരു സാധനം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ രസമായിരിക്കും എനിക്ക് തോന്നിയിട്ട് ഞാൻ വെറുതെ വിഷ്ണു അസോസിയേറ്റ് ഉണ്ടായിരുന്നു, കൃഷ്ണനോടും പറഞ്ഞു ഇങ്ങനെ സംസാരണമാണ്. അപ്പം കൃഷ്ണനോടും പറഞ്ഞു എന്തെങ്കിലും ഒരു സാധനം കൂടെ സാറ് പറയാണ്. അപ്പൊ സാറ് ഇടപെടുന്നേ ഇല്ല. സംസാരണ പടമായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇടപെടലും ഇല്ല. ഞാൻ സാറിനെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു സാധനം കൂടെ പറയുകയാണെങ്കിൽ രസമായിരിക്കില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും സാറ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു സെക്കൻഡ് പുള്ളി നോക്കി. അപ്പൊ രാവിലെ തൊട്ട് ഒരു റൂമിനകത്ത് വലിയ ലെങ്തി സീൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേനയും പേപ്പറും എടുത്ത്, എന്നുവെച്ചാ ഒരു സാധനം, ഒരു സാധനം, ചെറിയൊരു സാധനം സംസാരം എഴുതി വെച്ച സാധനത്തിനെ പുള്ളി അതിങ്ങനെ എഴുതി ആ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്രീ ഫ്ലോ റൈറ്റിംഗ് ഉണ്ട്. ഒരു സാധനം പെട്ടെന്ന് ഒരു ഒഴുക്കുണ്ടല്ലോ, അതിങ്ങനെ എഴുതി പോവുക. അപ്പൊ ആ വയ്യായികയിലും നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഞാൻ ആരുമല്ല, ഞാൻ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞു, സാർ ഇവിടെ ഒരു സാധനം കൂടെ പറയുകയാണെങ്കിൽ പുള്ളി അത് എഴുതി എന്നിട്ട് ഫസ്റ്റ് എഴുതിയ സാധനം വായിച്ച് ഞങ്ങളെ കേൾപ്പിച്ചു. ഓക്കെ, കേൾപ്പിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇത് ഓക്കെ ആണോ? IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.